അഞ്ജിത, ഒക്ടോബർ 1-ാം തീയതി ഞാൻ വീട്ടിൽ വന്ന് നീനുവിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സമയം ഏതാ? ഒരു 7 മണിക്ക്. ഉറപ്പാണോ? അതെ. താങ്ക് യു. ബഹുമാനപ്പെട്ട കോടതി, ഇതെൻ്റെ ഗൂഗിൾ പേ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒക്ടോബർ 1-ാം തീയതി രാവിലെ 7:25 നീനു എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഞാൻ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി, നീനു പത്രത്തിൻ്റെ ബില്ലടച്ചിരുന്നത് മാസം തോറുമല്ല, 6 മാസത്തേക്ക് ഒരുമിച്ചാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള ഹിന്ദു പത്രത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടായ 1410 രൂപയാണ് ആ കുട്ടി അന്ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നത്. ഓവർ ഒബ്സസ്ഡ് ആയിട്ട് പത്രം നിർത്താൻ പോകുന്ന നീനു എന്തായാലും 6 മാസത്തെ എമൗണ്ട് മുൻകൂറായിട്ട് എനിക്ക് തരില്ലല്ലോ. ഇതിൽ നിന്ന് തന്നെ നീനുവിന് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മോശഭിപ്രായമാണെന്ന 1-ാം സാക്ഷിയുടെ മൊഴി കളവാണെന്ന് തെളിഞ്ഞില്ലേ സാറേ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മോർണിംഗ് വാക്കിന് പോകും വഴി പ്രതി, അതായത് ഞാൻ, നിങ്ങളോട് ലിഫ്റ്റ് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. സാധാരണ മോർണിംഗ് വാക്കിന് സ്കൂട്ടറിലാണോ പോകാറ്? സ്കൂട്ടറിലും ബസ്സിലും ചിലപ്പോൾ ടാക്സിയിലൊക്കെ പോകാറുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കൂട്ടർ ഏതാണ്? TVS Vigo പ്യുവർ വൈറ്റ്. പക്ഷേ RTO റെക്കോർഡ്സിലൊക്കെ അതിൻ്റെ ഓണർഷിപ്പ് വൺമേസ് റംലയുടെ പേരിലാണല്ലോ. ഈ റംല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൊളീക്കായിട്ട് വർക്ക് ചെയ്യുന്ന റംലയാണ്? അതെ അതെ. അതെന്താ അവരുടെ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്? സ്വന്തമായിട്ടൊരു സ്കൂട്ടർ വാങ്ങാനുള്ള ശേഷി പോലും ഇല്ലേ? ശേഷിയൊക്കെ ഉണ്ട്. ഒന്നും സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കാറില്ല സാർ. മേലോട്ട് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകാറില്ലല്ലോ. നിങ്ങളുടെ വീട് പഴയകാവ്, നിങ്ങൾ നടക്കാൻ പോണ സ്റ്റേഡിയത്തിൽ കലൂര്, അത് പിന്നെ അത്ര ദൂരം പോയി നടക്കണത്? ഇത് രണ്ടും തമ്മിൽ ഏകദേശം 10-15 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടല്ലോ. എന്തിനത്ര ദൂരം പോയി നടക്കണത്? സത്യം പറയണോ? സത്യം മാത്രമല്ലേ പറയൂ. പറ. വായി നോക്കാൻ. സത്യാണ്. അന്ന് വെളുപ്പിന് മഴ പെയ്തിരുന്നു. അന്ന് കൃത്യം എത്ര മണിക്കാ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ? 5:15. 15 മിനിറ്റ് വേണം ഈ പറഞ്ഞ ഫ്രണ്ട്സ് നഗറിലെത്താൻ. നിങ്ങളുടെ നമ്പർ 8547570420 ആണോ? അതെ. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ലല്ലോ. ടവർ ലൊക്കേഷന്റെ കാര്യത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കാൻ പോകുമ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ലല്ലോ. ഫോണപ്പം വീടിരിക്കുന്ന ടവറിലായിരിക്കും. അതങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ 5:31 വന്നൊരു കോള് അറ്റൻഡ് ചെയ്യുകയും 10 മിനിറ്റോളം തുടർച്ചയായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഫ്രണ്ട്സ് നഗറിൽ, ഫോൺ വീട്ടിലും. അപ്പം അതെങ്ങനെ സംഭവിക്കുന്നു? ഞാൻ തന്നെ അറ്റൻഡ് ചെയ്താലേ കണക്റ്റ് ആവൂ എന്ന നിർബന്ധമൊന്നും എൻ്റെ ഫോണിനില്ലല്ലോ. ആ കോൾ അറ്റൻഡ് ചെയ്തത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതിൽ ആ 10 മിനിറ്റ് സംസാരിച്ചത് നിങ്ങളുടെ ഭാര്യയാണ്? അതെ. ഉറപ്പാണോ? ഉറപ്പാണ് സാർ, ഞാൻ നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അഫിഡവിറ്റ് വഴി ചില CCTV ഫുട്ടേജുകളും ഫോൺ ഡാറ്റയും എൻ്റെ എക്സ് കൊളീഗ്സ് വഴി ഹാക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്ത ഒരു സീൽ കവറിൽ ഒരു പെൻഡ്രൈവ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഫോൾഡറിലെ വോയിസ് ക്ലിപ്പ് സാർ ദയവായി ഒന്ന് കേട്ടു നോക്കണം. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓതന്റിസിറ്റി ഇല്ലാത്ത ഹാക്ഡ് ഡിജിറ്റൽ മെറ്റീരിയൽസ് ഒന്നും കോടതി തെളിവായി സ്വീകരിക്കരുത്. തെളിവായിട്ടൊന്നും എടുക്കണ്ട സാറേ, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാനേ പറഞ്ഞോളൂ. ഓവറോൾഡ്. ഷീബ, ഒന്ന് പ്ലേ ചെയ്തേ മോളെ. കേക്കട്ടെ. ആ ക്ലിപ്പ് തന്നെ. അന്ന് കൃഷ്ണനെ വിളിച്ച ആളുടെ സ്മാർട്ട് ഫോണിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഉണ്ടായിരുന്നു. എന്താടാ മുത്തേ? ആഹാ, എഴുന്നേറ്റില്ലേ? 5:30 കഴിഞ്ഞു. മഴയല്ലേടാ മുത്തേ, കുറച്ചുകൂടെ കിടക്കട്ടെ. മഴയത്ത് സുഖം പിടിച്ച് കിടക്കുകയാണല്ലേ? സുഖം കിട്ടണമെങ്കിൽ നീ വേണ്ടേടാ അടുത്ത്. അയ്യടാ, എന്നിട്ട് വേണം രാധ ചേച്ചി ഒലക്കടിക്കാൻ. എഴുന്നേറ്റ് വേഗം റെഡിയാകാൻ നോക്ക്. ഓർമ്മയുണ്ടോ, ഇന്ന് 10-ാം തീയതി. അതുകൊണ്ട് ആ ധന്യ ടീച്ചർ രാവിലെ ഓഫീസിൽ വരും. മുഴുവൻ കേൾപ്പിക്കണം സാർ. അത് അത്രയും മതി. ഇതിലെ ഒരു ശബ്ദം നിങ്ങളുടെ ഓഫീസിലെ റംലയുടെ അല്ലേ? ആ അതെ. ഈ റംലയും നിങ്ങളുടെ ഭാര്യയും അഗാധ പ്രണയത്തിലാണല്ലേ? ചുമ്മാ ഭ്രാന്ത് പറയരുത്. അങ്ങനെയെങ്കിൽ മറ്റേ ശബ്ദം നിങ്ങളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ? ബാക്കി കൂടി കേൾപ്പിക്കണോ? അയ്യോ വേണ്ട.
എൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഇദ്ദേഹം സംഭവ ദിവസം മൊബൈൽ വീട്ടിൽ വെച്ച് മോർണിംഗ് വാക്കിന് ഇറങ്ങിയെന്നും വഴിയിൽ വെച്ച് പ്രതിയായി എന്നെ കണ്ടുവെന്നും എനിക്ക് ലിഫ്റ്റ് തന്നുവെന്നും നീനുവിൻ്റെ വീടിന് മുമ്പാകെ കൊണ്ടു ചെന്നിറക്കിയെന്നും പറഞ്ഞതെല്ലാം കളവല്ലേ? എല്ലാം കളവല്ലേ? അതിന് പ്രത്യേകിച്ച് പറയണോ? അതെ. താൻ കൊള്ളാലോടു. 2 സാക്ഷിമൊഴികളും പൊളിഞ്ഞു. പ്രോസിക്യൂട്ടറെ, എന്താ എൻ്റെ അടുത്ത പ്ലാൻ? പല നാൾ കള്ളന് ഒരു നാൾ പിടിയിൽ. എനിക്ക് തെറ്റുപറ്റിപ്പോയി യുവർ ഓണർ. സോറി. ഒരു കൊല്ലം മാത്രമേ കിടക്കൂ. യുവർ ഓണർ. വേറെ വഴിയില്ല കൃഷ്ണ, ജഡ്ജിയായി പോയില്ലേ. ഡോ, ഇയാളെന്ന് പുറത്തേക്ക് നിർത്തിയേക്ക്. ഇവരെല്ലാവരും കള്ളസാക്ഷ്യം പറഞ്ഞവരല്ലേ സാർ? അപ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിച്ച ഒരാളുണ്ടാവുമല്ലോ, അയാളെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. വിസ്തരിച്ചു. താങ്ക് യു സാർ. സാറിൻ്റെ നാട് പാലക്കാടാണല്ലേ? അതെ. നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന തോന്നലുകൊണ്ടായിരിക്കും ഇടയ്ക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചത് അല്ലേ? 11/9/2022 സാറ് സ്വന്തം നാടായ പാലക്കാട്ടേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ഡേറ്റ് ശരിയല്ലേ? അത് ഓർത്തിരിക്കണമെന്നൊന്നുമില്ല. അല്ല, ഈ കേസിൽ ഇതിനുള്ള ബന്ധം എന്ന് വെച്ചാൽ നീനു കൊല്ലപ്പെടുന്നതിന് 1 മാസം മുമ്പ്. തികച്ചും യാദൃശ്ചികം. പിന്നെ കിട്ടിയ ട്രാൻസ്ഫർ എന്താ സാറേ പെട്ടെന്ന് വേണ്ടാന്ന് വെച്ചാൽ? അല്ല, ആ സമയപ്പോഴേക്കും പാലക്കാട് ഭയങ്കരമായിട്ട് ചൂട് കൂടി. ഓ, പാലക്കാട് അല്ലെങ്കിൽ ഭയങ്കര ചൂടാ സാറേ. പക്ഷേ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല പാലക്കാട്. റെക്കോർഡ്. ചൂട് കൂടും. ട്രാൻസ്ഫർ ഓർഡറായി വന്നത് ഒക്ടോബർ 5-ാം തീയതി അല്ലേ? അവിടെ നിന്ന് 5 ദിവസം കഴിഞ്ഞ് ഓർഡറായി വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തു. അതായത് ഒക്ടോബർ 10. പക്ഷേ ഈ ഡേറ്റിനൊരു പ്രശ്നമുണ്ടല്ലോ സാറേ. നീനു കൊല്ലപ്പെട്ടതും ഇതേ ഡേറ്റിനാ, ഒക്ടോബർ 10. വളരെ ആകർഷകം അല്ലേ? ഒക്ടോബർ 10 നീനു കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്കുള്ളിൽ കിട്ടിയ ട്രാൻസ്ഫർ സാർ ക്യാൻസൽ ചെയ്തു. അല്ല സാറേ, ഞാൻ പറയാം. ഒരു നിരപരാധിയായ പെൺകുട്ടി, അവൾ കൊല്ലപ്പെടുകയും അവളുടെ ഘാതകരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരാൻ ഒരു പോലീസ് ഓഫീസറിനുണ്ടായ ആത്മാർത്ഥമായ അർപ്പണബോധം, അതല്ലേ സാറേ? അല്ല സാറേ, ആ സ്റ്റേഷൻ പരിധിയിൽ തുടരുകയും ആ കേസ് ഏറ്റെടുക്കുകയും അത് വളരെ വിജയകരമായി അവസാനിപ്പിച്ച് കോടതിയുടെ മുന്നിലെത്തിക്കുകയും ചെയ്തു. വളരെ അഭിനന്ദനാർഹമാണ് അല്ലേ? അർപ്പണബോധം, ആത്മാർത്ഥത, സത്യസന്ധത അല്ലേ സാറേ? അല്ലേ സാറേ? അതെ. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ മുന്നേ സബ്മിറ്റ് ചെയ്ത പെൻഡ്രൈവിലെ ഫോൾഡർ 2-ലെ ഒരു വീഡിയോ അത് ദയവ് ചെയ്ത് കോടതി ഒന്ന് കാണണം.